സുനിതയും ബുച്ചും ഭൂമിയിൽ. ഇന്നലെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ എത്തിക്കഴിഞ്ഞ് ഇന്ന് തൊട്ടുള്ള ചർച്ച ഇവരെങ്ങനെയൊക്കെയായിരിക്കും, ഇവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇപ്പോൾ പ്രയത്നിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടാനായിരിക്കും. വരുന്ന 45 ദിവസം ഹൂസ്റ്റണിലെ ജോൺസൺ കേന്ദ്രത്തിൽ ഇരുവരും പരിശീലനത്തിലായിരിക്കും. 286 ദിവസമാണ് ആ വലിയ ബഹിരാകാശവാസം ഏൽപ്പിച്ച ആരോഗ്യ മാറ്റങ്ങൾ സംബന്ധിച്ച് പരിശോധനയൊക്കെ തുടരുകയാണ്. ഇതിനിടെ ഇന്ത്യയുടെ പുത്രിയാണ് സുനിത. അപ്പോൾ സുനിതയുടെ ഒരു ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ എപ്പോഴായിരിക്കും അവർ ഇന്ത്യയിലെത്തുക എന്നൊക്കെയുള്ള വാർത്തകളും നടക്കുന്നുണ്ട്. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇന്നലെ നമ്മൾ ഈ സമയത്ത് ആഘോഷിച്ചത് സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവാണെങ്കിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ബഹിരാകാശത്തെ ഇത്രയും വലിയ ദൗത്യമുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനാണ്. മുമ്പും ഇതുപോലെ ബഹിരാകാശ ദൗത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത്രയും സമയം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവർ നമുക്ക് മുന്നിലുണ്ട്, ഒരു ശാസ്ത്ര പുസ്തകം എന്ന വണ്ണം ഇവർ നമുക്ക് മുന്നിലുണ്ട്, എല്ലാം കാണാൻ എന്നതാണ്. എന്താണ് ഈ നാസ പുറത്തുവിടുന്ന വിവരങ്ങൾ ഇപ്പോൾ? തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘത്തിന്റെ മടങ്ങിവരവിൽ ഇനി അവരുടെ ജീവിതം എങ്ങനെ, ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരുടെ ആരോഗ്യനില എന്ത്, ഇങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകൾ, വലിയ തരത്തിൽ പ്രത്യേകിച്ച് മലയാളികളൊക്കെ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും നാസ നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്, അവർ 45 ദിവസം ഇനി പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി അതുമായി പൊരുത്തപ്പെട്ടു പോവുക എന്നതാണ്. ഒപ്പം ഇവരുടെ ആരോഗ്യ സാഹചര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബോണിന് ഉണ്ടാകാൻ സാധ്യതയുള്ള അസ്ഥിക്കുണ്ടാകുന്ന ബലക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഒപ്പം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവരുടെ ശരീരത്തിനുണ്ടാകുന്ന ഭാരക്കുറവ്, അത്തരം മറ്റ് ആരോഗ്യ അവസ്ഥകളൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഇതിനകം തന്നെ അവർ ഇന്നലെ ഈ ഹൂസ്റ്റണിലെ ആ ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ സഹപ്രവർത്തകരൊക്കെ അവരെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ആദ്യം വന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ സ്പേസ് സ്യൂട്ട് അഴിച്ചു മാറ്റി അവരുടെ സ്വാഭാവിക ഡ്രസ്സിലേക്ക് വന്ന് നടന്നു പോകുന്ന തരത്തിലുള്ള ആ ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ദൃശ്യങ്ങളുടെ സൂക്ഷ്മ തലങ്ങൾ പോലും ആളുകൾ വിലയിരുത്തി അവരുടെ ആരോഗ്യാവസ്ഥയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. സുനിതയുടെ കൈത്തണ്ടയിലും മറ്റും വളരെ മെലിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ അവരുടെ ആരോഗ്യാവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആ തരത്തിൽ അവരെ സ്നേഹത്തോട് തന്നെ അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നാസ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: 45 ദിവസം അവർ പൂർണ്ണമായും നിരീക്ഷണത്തിലായിരിക്കും. ഭൂമിയുടെ സീറോ ഗ്രാവിറ്റിയിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക, ആരോഗ്യാവസ്ഥ പരിശോധിക്കുക, അങ്ങനെ പൂർണ്ണമായും അതാണ്. എന്തായാലും സുരക്ഷിതമായിരിക്കുന്നു, കാര്യങ്ങൾ ഭംഗിയായി തന്നെ പോകുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം സുനിതയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ പുത്രി എന്ന് നമ്മൾ തന്നെ വിശേഷിപ്പിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ. അതുകൊണ്ട് തന്നെ സുനിത ഏറെ താമസിയാതെ തന്നെ ഇന്ത്യയിലേക്ക് എത്തും. ഇന്ത്യയിൽ അവർ വിസിറ്റ് ചെയ്യുമെന്ന് അവരുടെ ബന്ധുക്കളൊക്കെ അവകാശപ്പെടുന്നുണ്ട്. രാജസ്ഥാനിലെ അവരുടെ ബന്ധുക്കളൊക്കെ ആ തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ സുനിതയുടെയും സംഘത്തിൻ്റെയും മടങ്ങിവരവ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രാജസ്ഥാനിലെ അവരുടെ ഇന്ത്യൻ വേരുകളുള്ള സ്ഥലത്ത് വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ നടന്നു, സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളോടടക്കം അവരുടെ ബന്ധുക്കളൊക്കെ സുനിത ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് ഒരു വിസിറ്റ് നടത്താനുള്ള സാധ്യതയൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിലുള്ള കുടുംബാംഗങ്ങൾ സുനിതയെ കാണാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്ന കാര്യം കൂടി അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഒപ്പം നാസ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നു, സുനിത അവരുടെ ആരോഗ്യ സാഹചര്യങ്ങൾ കൃത്യമായ നിരീക്ഷണത്തിലാണ്. ബുച്ച് വിൽമോറും ഒപ്പം സുനിതയും 45 ദിവസം കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഒരുപാട് ഈ സുനിത വില്യംസ് മടങ്ങി വന്നതിന് ശേഷം ഒരുപാട് വാർത്തകളും ഒരുപാട് കാര്യങ്ങളൊക്കെ അവരെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സുനിത വില്യംസിന്റെ കോട്ട് എന്ന നിലയിൽ കണ്ട ഒന്നാണ്. ഇപ്പം നമുക്ക് ആരുടെയൊക്കെ പറഞ്ഞതാണ് അല്ലാത്തതാണോ ഒന്നും അറിയില്ല. പക്ഷേ സുനിത വില്യംസ് അങ്ങനെ പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ കോട്ട് അത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ മനുഷ്യരെല്ലാം ഒന്നാണ്. അവിടെ ജാതിയോ മതമോ ദേശമോ ഒന്നും വ്യത്യാസമില്ല. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാം പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ചെറിയ സൃഷ്ടിയായ മനുഷ്യനും മാത്രമാണ് എന്നൊരു വാചകം കണ്ടു. അത് വളരെ ശ്രദ്ധേയമായി തോന്നി. ഇന്നലെ നമ്മൾ തിരിച്ചറിഞ്ഞതും അതാണ്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വലിയ
ഭൂമിയിൽ വലിയ അതിരുകളുള്ള രാജ്യങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ, അവിടുത്തെ പ്രതിനിധികളൊക്കെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അവിടെ ഒരൊറ്റ ആകാശമേ ഉള്ളൂ, അത് ശാസ്ത്ര പുരോഗതിയുടെ വലിയ ആകാശം. അതിന് കീഴിൽ നമ്മൾ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.